മഴമേഘങ്ങൾ കനത്തു തുടങ്ങി. നമ്മളൊരു കാലവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സന്തോഷകരമായ മഴ അനുഭവങ്ങളും അതിൻ്റെ ബർക്കത്തുകളും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിത്യവൃത്തി എടുത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലും ജോലിയും ഇല്ലാത്ത കാലമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന പശ്ചാത്തലത്തിൽ ചെലവ് വർദ്ധിക്കുന്ന കാലമാണ്. സീസണൽ അസുഖങ്ങൾ ധാരാളം വരുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ മനസ്സിൻ്റെ നന്മകൾ മനുഷ്യർക്ക് ലഭിക്കേണ്ട ഘട്ടമാണ്. വീട് തകർച്ചയുടെ വഴിയിലെത്തിയവർ, ചോർന്നൊലിക്കുന്നവർ, വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ കഴിയാത്തവർ, കൂലിവേല മുടങ്ങിപ്പോയവർ, നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവർ, പട്ടിണിയിൽ കഴിയുന്നവർ, അടിയന്തര ചെലവുകൾ നേരിടേണ്ടി വരുന്നവർ, ഇങ്ങനെ ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. തീവ്രമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം ബോധ്യപ്പെടുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് ഒരിക്കൽ പോലും അൽഹംദുലില്ലാ പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അൽഹംദുലില്ലാ പറയാത്ത ആയിരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്കൂളിൽ സ്ഥിരമായി ഒരമ്മ വന്നിരുന്നു. പേരക്കുട്ടിയെയും കൊണ്ടുവരുന്ന അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. കഞ്ഞി വെക്കുന്ന തൊഴിലാളികളുടെ കൂടെ പച്ചക്കറി വെട്ടിയും മറ്റൊക്കെ സഹകരിച്ച് കുറേ നേരം അവിടെ ഇരിക്കും. അവരൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ കാണാൻ തൂണിലിങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന ആ അമ്മയെ എപ്പോഴും ഓർക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ അവരെ കാണാറുണ്ട്, പോകാറുണ്ട്. പേരക്കുട്ടി വളരെ വലിയ ഡിസേബിലിറ്റിയുള്ള, മെന്റൽ ഡിസേബിലിറ്റി തൊട്ട് ഫിസിക്കൽ ഡിസേബിലിറ്റി വരെയുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ സ്കൂളിലെത്തിക്കാനാണ് അവരങ്ങനെ ഇരിക്കുന്നത്. മുമ്പ് വർക്ക് ചെയ്തൊരു സ്കൂളിൽ ഒരു വാപ്പ കാറിൽ വന്ന് ഡ്രൈവർ സീറ്റ് ഇങ്ങനെ ചരിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. കുട്ടി ഓട്ടിസം ബാധിതനാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടി വയലന്റ് ആയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വയലന്റ് ആയ കുട്ടിയെ കാറിലേക്ക് പിടിച്ചിട്ടിട്ട് കൊണ്ടുപോകും. ഓരോ ദിവസവും നേരത്തെ സ്കൂൾ വിടണമെന്നല്ല ആ രക്ഷിതാവ് ആഗ്രഹിക്കുന്നത്. പരമാവധി കുട്ടിക്ക് സ്കൂളിൽ ഇരിക്കാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തന്റെ തൊഴിൽ അതിനനുസരിച്ച് മൂപ്പര് മാറ്റിയിരിക്കുകയാണ്. ആ കടന്ന കടത്തത്തിലും ആ നൃത്തത്തിലും ആ ഇരുത്തത്തിലും ചെയ്യാവുന്ന വിധമുള്ള ഒരു തൊഴിൽ. നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുട്ടി വലിയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ മിമ്പറിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന വാചകം വീണ്ടും പറയാണ്. വീട്ടിൽ കുസൃതികൾ കാണിക്കുന്ന കുട്ടികളും അവരുടെ ബഹളങ്ങളുമൊക്കെ നമുക്ക് അസ്വസ്ഥതയും നമുക്ക് പ്രശ്നവും നമുക്ക് പ്രതിസന്ധിയും നമുക്ക് അലോസരവുമാകുമ്പോൾ കുട്ടിയൊന്ന് മിണ്ടിക്കിട്ടാൻ, കുട്ടിയൊന്ന് അനങ്ങിക്കിട്ടാൻ, കുട്ടിയൊന്ന് ഓടിക്കിട്ടാൻ ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തും വ്യത്യസ്തമായ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കാലം കഴിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചത്, നിത്യരോഗവും ചികിത്സയും ഒക്കെ മക്കളുടേതായി മാതാപിതാക്കളുടേതായി സ്വന്തമായി ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ കൂലിവേലക്കാർ കൂടിയാണെങ്കിൽ ഈ മഴക്കാലവും ഈ ശക്തമായി മഴ പെയ്യുന്ന സീസണൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഇസ്ലാമിനെന്ത് സൗന്ദര്യമാണ്, ഇസ്ലാമിനെന്ത് ഭംഗിയാണ്. അയൽക്കാരന്റെയും ബന്ധുവിന്റെയും കുടുംബക്കാരന്റെയും നാട്ടുകാരന്റെയും ചട്ടിയിൽ വേവിക്കാൻ, കുടുക്കയിൽ വേവിക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് പരിശോധിക്കാൻ വിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞ ഏകമതം ഇസ്ലാമാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ കുറവ് വരുന്നത് നിന്റെ മാന്യതയിലും നിന്റെ യോഗ്യതയിലുമല്ല, മറിച്ച് നിന്റെ വിശ്വാസത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എന്തു ഭംഗിയുണ്ട് ഇസ്ലാമിന്. നിന്റെ അയൽക്കാരന്റെ കാര്യത്തിൽ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ അവർക്ക് ഓഹരിയുണ്ട് എന്ന് പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു. മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ വനൻതു അന്നഹു സയുവരിസു. ഞാൻ മരിച്ചാൽ ഭാര്യക്ക്, മകന്, അങ്ങനെ പലർക്കും ഓഹരിയുള്ളതുപോലെ അയൽക്കാരന് ഓഹരിയുണ്ടെന്ന് മുത്ത റസൂലുള്ളാഹി പറയുമോ എന്ന് വിചാരിക്കുന്ന അത്ര, അത് പറഞ്ഞില്ല, അത് വിചാരിക്കുന്ന അത്ര പ്രവാചകൻ എന്നെ അയൽപ്പക്കത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചു എന്നാണ്. അതുകൊണ്ട് ഇന്ന് ഖുത്ബ കഴിഞ്ഞ് ചെന്നാൽ നമുക്ക് കുടുംബത്തോട്, ഭാര്യയോടൊക്കെ ആദ്യം ചർച്ച ചെയ്യാനുള്ള കാര്യം, ഈ മഴക്കാലം വരുമ്പോൾ നമ്മുടെ ഒരു കിറ്റ് ചെല്ലേണ്ട, നമ്മുടെ ഒരു ആശ്വാസത്തിന്റെ വിളി ചെല്ലേണ്ട, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ നിൽക്കണ്ട, ഇവിടെ റൂമുണ്ട്, ഇങ്ങോട്ട് പോരും എന്ന് പറയേണ്ട ആളുകളുണ്ടോ? ആയിരക്കണക്കിന് വാടക വീടുകളിൽ കഴിയുന്ന മനുഷ്യരുണ്ട്.
അത്ര തന്നെ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ആ പറ്റിയ വാർത്തയുടെ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വേദനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും. ഫ്ലൈറ്റ് ദുരന്തം നമ്മുടെ ഒന്നും മനസ്സിൽ അതുണ്ടാക്കിയ നെടുക്കം ചെറുതല്ല, വളരെ വലിയ നെടുക്കം നമുക്കുണ്ടാക്കിയ സംഭവമാണ് അല്ലേ. ഒരു ബോയിലിംഗ് ഫ്ലൈറ്റ് പൂർണ്ണമായി തകരുകയും അതിൽ നിന്ന് ഒരു മനുഷ്യനെ മാത്രം പഠിച്ചവൻ ജീവിതത്തിലേക്ക് വിടുകയും ബാക്കി മുഴുവൻ മനുഷ്യരെയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇപ്പൊ പ്രവാസികളൊക്കെ എന്റെ ഖുത്ബ കേൾക്കുന്ന, യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങളൊക്കെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ആ അടച്ചിട്ട വീട്ടിൽ ഈ 2-3 മാസത്തേക്ക് മാത്രം താമസിപ്പിക്കേണ്ട ആരെങ്കിലും കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉണ്ടോ? നമ്മൾ വളരെ പണിപ്പെട്ട് പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന വീടാണ്, ബെഡ്റൂമാണ്, കാര്യമാണ്. എല്ലാ ബെഡ്റൂമും കൂടി തുറന്നെടുക്കണ്ട, അവരത്യാവശ്യം ഒരു ചെറിയ തോതിൽ ജീവിക്കട്ടെ. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള സ്വതക്കകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. സംസാരം കൊണ്ടുള്ള സ്വതക്ക, മനസ്സുകൊണ്ടുള്ള സ്വതക്ക, പണം കൊണ്ടുള്ള സ്വതക്ക, സ്പേസ് കൊണ്ടുള്ള സ്വതക്ക, എല്ലാത്തരം സ്വതക്കകൾ കൊണ്ടും ചിന്തിക്കേണ്ട ഒരു കാലമാണ്. നമുക്ക് വണ്ടിയുണ്ട്, നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പോരുന്ന ആൾക്ക് വണ്ടിയില്ല, ജുമായാണ്, വെള്ളിയാഴ്ചയാണ്, ഖുറാൻ ക്ലാസ് ആണ്, സിയാറിയാണ്, ആലോചിക്കണം അല്ലേ, അവരെങ്ങനെ കൊണ്ടുപോകും, അവരെങ്ങനെ പോകും. ഇങ്ങനെ എല്ലാ നിലക്കും സ്വതക്കകളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സ്വതക്കയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്പറിട്ട് പറയാണ്. നമ്മൾ ഒരു നാണയം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ചിന്ത കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ മഹത്വം പ്രതീക്ഷിക്കണം, അപ്പോഴേ പുണ്യം കിട്ടുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുടെ ബക്കറ്റ് ഉണ്ടാവും, ചില ആഴ്ച അനൗൺസ് ചെയ്യുന്ന ബക്കറ്റായിരിക്കും, ചില ആഴ്ച അനൗൺസ് ചെയ്യാത്ത ബക്കറ്റായിരിക്കും. നമ്മൾ എന്തോന്ന് കൊണ്ടുപോയിടലാണ് അല്ല. റമദാനിൽ നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 സ്വതക്ക കൊടുക്കുന്നുണ്ട്, പല ജാതി പിരിവുകൾ വരുന്നുണ്ട്, പാലിയേറ്റീവിന് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പലതിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിലൊക്കെ നമ്മൾ ഒന്നാണ് കൊടുക്കണമെങ്കിൽ അതിന് ഒരുപാട് കിട്ടാണ്ട്. അതാ സ്വതക്കന്റെ പ്രത്യേകത. 1 ഉറുപ്പ്യാണ് കൊടുക്കണതെങ്കിൽ അതിന് നമുക്ക് വിചാരിക്കാത്തത്ര വലിയ മഹാസംഭവങ്ങൾക്ക് നമ്മൾ ശരിക്ക് അർഹരാണ്. പക്ഷെ അത് നിയത്താക്കാൻ പറ്റണം. അത് നിയത്താക്കാറുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. ഒന്ന്, നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഇരട്ടി എത്രയാണ്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാന്റെ വഴിയിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ, കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ, അത് ഒരു വിത്ത് പോലെയാണ്. ഒരു വിത്തുന്ന് എന്ത് ചെയ്യും? 7 കതിരുകൾ ഉണ്ടാകും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് കർഷകൻ കൃഷിഭൂമിയിൽ ഇങ്ങനെ നെല്ലണ്ട് വിതറുകയാണ്. ഒരു വിത്തുന്ന് ഇങ്ങനെ ഉണ്ടായിട്ട് അതിന് 7 കതിരുകൾ ഉണ്ടാകും. ഫീ കുല്ലി സുംബലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും 100 വിത്തുകൾ ഉണ്ടാകും. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടി കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, പടച്ചവന് വിശാലമായ അറിവുണ്ട്. ഓരോ വാക്കും പവന്മാറ്റാണ് സുഹൃത്തുക്കളെ. ഇതിലേറെ എങ്ങനെയാണ് നന്മയെ പ്രചോദിപ്പിക്കുക? ഒരു നന്മ ചെയ്താൽ 700 ഇരട്ടി നന്മ കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മള് സ്വതക്ക കൊടുക്കുമ്പോ, നല്ല കാര്യം ചെയ്യുമ്പോ, നല്ലത് ചിന്തിക്കുമ്പോ ഇങ്ങനത്തെ ഒരു മനോനില നമുക്ക് ഉണ്ടാകാറുണ്ടോ? ഈ വെള്ളിയാഴ്ച ഇത് മാത്രം കിട്ടിയാൽ മതി, എന്നാൽ തന്നെ ഇവിടെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സേജ് കിട്ടി അല്ലേ? വലിയൊരു മെസ്സേജ് കിട്ടി. എന്താ? ഒരു വിത്ത് നടുമ്പോ ആ വിത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 7 കതിരുകൾ ഉണ്ടാകുന്നു. ഓരോ കതിരിലും 100 വിത്തുകൾ ഉണ്ടാകുന്നു വീണ്ടും. അപ്പോ 700 വിത്തുകൾ ഒരു കതിർ, 700 വിത്തുകൾ ഒരു വിത്ത് മുളപ്പിക്കുന്നു എന്നാണ് സ്വതക്കയെ കുറിച്ചുള്ള ഖുർആന്റെ പ്രയോഗം. അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോടികൾ സ്വതക്കയായിട്ടും സക്കാത്തായിട്ടും ഒക്കെ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. കോടികൾ കൊടുക്കും സ്വതക്കയും സക്കാത്തൊക്കെ. അറാജി എന്ന് പറയുന്ന സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്കറിയും. അറാജി ബാങ്ക് ഉണ്ട്, അറാജിയുടെ വ്യത്യസ്ത സംരംഭങ്ങളുണ്ട്. സൗദി അറേബ്യ ഔഖാഫിന്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിലൊന്ന് അദ്ദേഹം നൽകിയ വിശാലമായ ഈത്തപ്പനത്തോട്ടാണ്, വഖഫ് ഭൂമിയാണ്. വിശാലമായ ഏക്കറക്കണക്കിന് എന്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അറാജിന്റെ ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഏക്കറക്കണക്കിന് മരുഭൂമി കൊടുത്തതല്ല, മുപ്പര് നട്ട് മുളപ്പിച്ച് പാകപ്പെടുത്തി ഔഖാഫിനെ ഏൽപ്പിച്ചു. വളരെ വലിയ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. അദ്ദേഹം ചെറിയ കുട്ടിയാവുമ്പോ സ്കൂളില് വർഷം തികയുന്ന അന്ന്, സ്കൂൾ അടക്കണമെന്ന് ഇരുന്ന് കരയുന്ന കുട്ടിയെ കാണുകയാണ് അധ്യാപകൻ. അപ്പൊ എന്താ മോനെ കരയണു? അടുത്ത വർഷം സ്കൂളിലെ ബസ്സിന് കൊടുക്കാനുള്ള ഫീസ് എനിക്കില്ല, അതുകൊണ്ട് അടുത്ത വർഷം എനിക്ക് വരാൻ പറ്റൂല. അപ്പൊ അധ്യാപകൻ ആശ്വസിപ്പിച്ചു. ആ 1 ദിർഹം ഞാൻ തരാം. 1 ദിർഹം കൊടുത്തു. എപ്പോഴോ അവൻ വളർന്നു വലുതായി. അല്ലാഹു സുബ്ഹാനഹു വ തആല യുളാഇഫു ലിമൻ യശാ എന്നാണ്. അല്ലാഹു ഇരട്ടി കൊടുക്കും. ഇരട്ടിയൊന്നുമല്ല, എത്രയോ ഇരട്ടി കൊടുത്തു. സൗദി അറേബ്യന്റെ അന്നത്തെ രാജാവിന്റെ ആസ്തിയോളം പോകുന്ന ആസ്തി അദ്ദേഹത്തിനുണ്ടായി. ഒരു ദിവസം ഒരു മനോഹരമായ വാഹന വ്യൂഹം ആ സ്കൂളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ തേടി വരികയാണ്. ആ വ്യക്തിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആര്? അന്നത്തെ അധ്യാപകന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ വാഹന വ്യൂഹത്തിൽ നിന്ന് തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ഇറങ്ങി വന്നു. അവിടുത്തെ ഏറ്റവും മഹാസമ്പന്നൻ പരിചയപ്പെടുത്തി. അപ്പൊ സന്തോഷമായി. ഞാൻ നിങ്ങളെ ശിഷ്യനാണ്. അന്ന് കൊടുത്ത 1 ഉറുപ്പ്യനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു.
എന്നിട്ട് ഒരുപാട് സമ്പാദ്യം ഈ അധ്യാപകന് കൊടുത്തിട്ട് പോയി. അന്ന് കൊടുത്ത 1 റുപ്യ പടച്ചോനെ ഇരട്ടിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അന്ന് കൊടുത്ത 1 റുപ്യ പടച്ചോനെ ഇരട്ടിപ്പിച്ചതാണ്. സഹോദരന്മാരെ, ഇത്തരം ധാരാളം അനുഭവ കഥകൾ അറബ് സമൂഹം ധാരാളം പങ്കുവെക്കും. സ്വതത്തിന്റെ പിന്നെ ഇതിന്റെയൊക്കെ ഹദീസും കാര്യമൊക്കെ കോട്ട് ചെയ്തൊരു പ്രഭാഷകൻ പ്രസംഗിച്ചതിന്റെ അടിയിൽ കാണാം. അതേപോലെ ഒരു സംഭവ കഥയാണ്. എന്താ അറിയോ? വളരെ ദരിദ്രനായ ഒരു കുട്ടി, യതീമായ കുട്ടി, അവൻ ഒരു നേരത്തെ അന്നം തേടി ഇങ്ങനെ നടക്കുകയാണ്. വലിയൊരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട്ടിലുള്ള സ്ത്രീ ഒരു വലിയ പാത്രത്തിൽ പാല് കൊടുത്തു. അവൻ ആ പാല് വയറു നിറയെ കുടിച്ച് അവൻ തിരിച്ചുപോയി. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ പലരും മരിച്ചുപോയി. ഇവർ ഒറ്റപ്പെട്ടു. ഈ സ്ത്രീ ഒറ്റപ്പെട്ടു, വയോധികയായി, സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടാവും അല്ലെ? ഒരു കാലത്ത് നാട്ടിലെ മഹാസമ്പന്നരും പിന്നെ ലാൻഡ് ലോഡുകളൊക്കെ ആയിരുന്ന ആളുകൾ പിന്നീട് അവരുടെ വീട്ടിൽ ജോലി ചെയ്ത ആളുകളെക്കാളും ദരിദ്രരായി മാറുന്നതിന്റെ ഉദാഹരണം നമ്മളെ നാട്ടിലുണ്ട്. ഒരു 500 മീറ്റർ ചുറ്റളവിൽ വേണമെങ്കിൽ നോക്കിയാൽ കിട്ടും അല്ലെ? അത്ര കൃത്യമാണ് പടച്ചോന്റെ നടപടിക്രമങ്ങളും പദ്ധതികളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഉള്ള കാശൊക്കെ തീർന്നു. ഡിസ്ചാർജ് വാങ്ങി പോകാൻ ഒരുങ്ങുമ്പോ അവരെ നേഴ്സ് ബാക്കിയുള്ളവരൊക്കെ തടഞ്ഞു. അവിടെ നിങ്ങളിത് ഇങ്ങനെ ഡിസ്ചാർജ് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ബില്ല് വരുന്ന ദിവസം ഇവരിങ്ങനെ ഭയന്നിരിക്കുമ്പോ സിസ്റ്റർ അവരോട് പറഞ്ഞു, നേഴ്സ് അവരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, നല്ല മനുഷ്യനാണ്, അയാൾ വലിയ അലിവും കനിവും ഒക്കെ ഉള്ള ഒരാളാ, നിങ്ങൾ ബേജാറണ്ട കേട്ടോ, ഡോക്ടർക്ക് നിങ്ങളോട് എന്തൊരു സ്നേഹമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊക്കെ ശരിയായിക്കോളും. അവസാനം ബില്ലിങ്ങനെ റെഡ് ഇങ്ക് കൊണ്ട് ക്രോസ് ചെയ്തിട്ട്, റെഡ് മഷി പേന കൊണ്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ ആ ഡോക്ടർ എഴുതി വെച്ച വാചകം ഇതായിരുന്നു: അന്ന് തന്ന ഒരു വിശക്കുന്ന ദാഹിക്കുന്ന സമയത്തെ പാൽപാത്രത്തിന്റെ ആ പാലിന്റെ വിലയാകാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പൈസയൊന്നും നടക്കാതെ പോകാം എന്നായിരുന്നു. ഇത് ശരിക്കുള്ളൊരു കഥയായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരാൾ എഴുതി വെച്ചത് കണ്ടത്. ഇത് ശരിക്കുള്ളതല്ലാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ കേട്ടോ, ശരിക്കുള്ളതല്ല വിചാരിച്ചു. നമുക്കതിൽ പാഠമുണ്ട്, കൊടുത്താലേ കിട്ടുള്ളൂ. അതാണ് ഇരട്ടി കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഖുർആന്റെ ആ പ്രയോഗത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് ആല ഇംറാനിലെ മറ്റൊരു ആയത്ത് ഇതാണ്: അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. എന്താ? വിഷമത്തിന്റെ ഘട്ടത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ ഘട്ടത്തിലൊക്കെ ചെലവഴിക്കുന്ന ആളുകൾ. വൽ കാളിമീനൽ ഗൈള, ദേഷ്യത്തെ പിടിച്ചു നിർത്തുന്നവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ മുഹ്സിൻ എന്നുള്ളത് മുഅ്മിൻ എന്നുള്ളതിന്റെ മേലുള്ള പദവിയാണ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. മുഹ്സിൻ എന്നുള്ളത് മുഅ്മിൻ എന്നുള്ളതിന്റെ മേലുള്ള പദവിയാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാതെ, ഒന്നിലും കലർപ്പില്ലാതെ പക്ക ബിഗൈരി ശാക്കിൻ, സംശയമില്ലാതെ അള്ളാഹിനെ വിശ്വസിച്ച ആള്. എനിക്ക് എന്റെ എല്ലാ ആവശ്യത്തിനും പഠിച്ചോ മതി. വല്ലാതെ കൊടുക്കുമ്പോ കുട്ടിന്റെ വയറ്റു നോക്കും, ഛർദി നിൽക്കണില്ല, ഞാൻ അപ്പുറത്ത് പോയിട്ട് ഏതോ ഒരാളെടുത്തുനിന്ന് എന്തോ ഒരു സാധനം മന്ത്രിച്ചൊന്ന് കെട്ടാണ്, അവിടെ അള്ളാഹുവിൽ സംശയമുണ്ട്, അതുകൊണ്ടാണ് ആ പണിക്ക് പോണത്. അള്ളാഹുവിൽ തവക്കുലക ഹസ്ബുന അല്ലാഹ്, അള്ള മതി അങ്ങക്ക് എന്നുള്ളടത്തൊന്ന് പേക്കുക. അങ്ങനെ അല്ലാത്ത ആളാണ് മുഅ്മിൻ എന്ന് വിളിക്കുക. അതിന്റെ താഴെയുള്ള ആളെയാണ് മുസ്ലിം എന്നൊക്കെ വിളിക്കുക. കാലത്തിൽ അറാബു ആമന്ന, അറാബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അള്ള പറഞ്ഞു ഇല്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളൂ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളൂ. മുസ്ലിം മുഅ്മിനാകണമെങ്കിൽ കുറച്ചുകൂടി പണിയുണ്ട്. ഈ മുഅ്മിനിന്റെ മേലുള്ള ദർജയാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. ആരാ മുഹ്സിൻ? മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹിനെ കാണുന്നു എന്നതുപോലെ നീ ആരാധിക്കുക. നിന്നെ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഓരോന്നും ചെയ്യാം. അപ്പോ ഈ ഒരു ദർജയ്ക്ക് എത്താനുള്ള യോഗ്യതയിൽപ്പെട്ടതാണ് എന്ത്? വിഷമത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലൊക്കെ സദഖ കൊടുക്കുക എന്നുള്ളത് ഒന്ന്. അതിൽപ്പെട്ട മറ്റൊന്നാണ് ദേഷ്യം അമർത്താൻ പഠിക്കുക എന്നുള്ളത്. ദേഷ്യം അമർത്താൻ പഠിക്കുക, പിന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുക. അങ്ങനത്തെ ആളുകളെ അള്ളാഹു മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ഇനി മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലിയ പുണ്യമുണ്ട് എന്നാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യന്മാരുടെ മിക്കവാറും എല്ലാ പോലെ ഒത്തുകൂടി നടത്തുന്ന സംസാരത്തിലൊന്നും ഹൈറൊന്നും കാര്യമായിട്ടില്ല. വട്ടം കൂടി വർത്താനം പറഞ്ഞാൽ അധികവും ഹൈറില്ല. ശരിയല്ല പറഞ്ഞത്? വട്ടം കൂടി പറയണം, മിക്കവാറും വർത്താനത്തിലൊന്നും ഒരു ഹൈറുമില്ല. അവനാന്റെ പരലോകം പിന്നെ പോണ പണിയായിരിക്കും എടുക്കുക. നമ്മളെ കൽബറിണ പഠിച്ചോനായി പറയണേ. തെറ്റിയോ? ആയത്ത് തെറ്റിയോ? വട്ടം കൂടി വർത്താനം പറയണം, മിക്കവാറും ആലോചിച്ചോക്ക് അല്ലേ, മിക്കവാറും അതിലൊന്നും ഹൈറില്ല. ഇല്ലാമൻ അമർ ബി സ്വതഖത്തി, എന്നാ വട്ടം കൂടി ഇരുന്നിട്ട് മറ്റേ പാലിയേറ്റീവിന്റെ തീക്ക് ചെറിയ പൈസ കൊടുക്കേ, എന്താണ് റോഡോടെ പൊളിഞ്ഞെടുക്കണേ, നമുക്ക് ഇവിടെ ഒരു പാലട്, നമ്മൾ ഇന്നാളെ വീട് പൊളിഞ്ഞാടാൻ ഇരിക്കണേ, അതിലൊന്ന് സഹകരിച്ചെടുക്ക്. അങ്ങനെയുള്ള ഔ മഅറൂഫ് അല്ലെങ്കിൽ നന്മ കൽപ്പിക്കണം, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടയിലുള്ള എന്തെങ്കിലും ഒരു ഇസ്ലാഹിന് വേണ്ടിയിട്ട് രണ്ടാൾ തെറ്റിയിരിക്കുകയാണ്, തെറ്റിയത് വീണ്ടും വീണ്ടും ഊതി വീർപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല, മറിച്ച് അവരെ രണ്ടുപേരെയും നേരാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യമാണെങ്കിൽ അതിൽ ഖൈറുണ്ട്. അള്ളാന്റെ മർലാത്ത് വിചാരിച്ചിട്ട്, അള്ളാന്റെ തൃപ്തി വിചാരിച്ചിട്ട്, അടുത്ത പ്രാവശ്യം വാർഡ് തെരഞ്ഞെടുപ്പിൽ ഓലെ വോട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല, ഓലെ കുട്ടികളെ നമ്മളെ സ്കൂളിൽ ചേർക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെ ഞാൻ അത്യാവശ്യം നല്ലൊരു സോഷ്യൽ വർക്കറാണ് എന്ന് ജനം വിചാരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. ഇതിന്റെയൊക്കെ ഒരു കൂലി എനിക്ക് കിട്ടണം,
അല്ലെ? സ്വതക്ക കൊണ്ട് നിർദ്ദേശിച്ചപ്പോ, നന്മ കൊണ്ട് നിർദ്ദേശിച്ചപ്പോ, രണ്ട് ബന്ധങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചപ്പോ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ വലിയ കൂലിയ കിട്ടുക. ആ വലിയ കൂലി പടച്ചോനെ അറിയുള്ളൂ, എന്റെ വലുപ്പത്രയാണ്. മനസ്സിലായില്ലേ? അപ്പൊ സ്വതക്ക കൊടുക്കുന്നിടത്ത് അജ്റ അലീമാണ് കിട്ടുക. അതുകൊണ്ട് സ്വതക്ക കൊടുക്കണമെങ്കിൽ അവനാന്റെ എല്ലാതും തീർന്നതിന്റെ ശേഷമാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കരുത്. അവനാന്റെത് തീരാനുള്ള വഴിയാണ് സ്വതക്ക. അതിന്റെ വലിപ്പമല്ല പ്രശ്നം. പടച്ചോന് സ്വതക്കന്റെ വലിപ്പമല്ല പ്രശ്നം കേട്ടോ. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം സ്വതക്കന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാ അബ്ദുല്ലാഹ് ഹാദാ ഖൈർ ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്ത് ദുഇയ മിൻ ബാബി സ്വലാ. സ്വതക്ക കൊടുക്കണോനെ സ്വതക്കന്റെ വാതിലിലൂടെ, നിസ്കരിക്കണ ആളെ നിസ്കാരത്തിന്റെ വാതിലിലൂടെ, ജിഹാദ് ചെയ്യണോനെ ജിഹാദിന്റെ വാതിലിലൂടെ, നോമ്പ് നോൽക്കണോനെ നോമ്പ് നോറ്റവരുടെ വാതിലിലൂടെ, അങ്ങനെ വ്യത്യസ്തമായ വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്നു പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, നബിയെ ആരെയാണ് എല്ലാ വാതിലിലൂടെയും വിളിക്കുക? ഏതെങ്കിലും ഒരു വാതിൽക്ക് കൂടെ എങ്ങനെങ്കിലും കയറി കഴിച്ചിലാകണം എന്നല്ല അദ്ദേഹത്തിന്റെ മനസ്സ്. നബിയെ ആരെയാണ് എല്ലാ വാതിൽക്ക് കൂടിയും വിളിക്കുക? അതിന്റെ ഐഡിയ എനിക്കൊന്ന് പറഞ്ഞേരിന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ കൊടുത്ത മറുപടി എന്താ അറിയോ? അർജു അൻ തകൂന മിൻഹും. അബൂബക്കർ, നിങ്ങൾ അതിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആയിഷാ ബീവി അവസാനം വരുന്നുണ്ട്, ഒരു ചെറിയ കയറും ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രവും കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാപ്പ മരിക്കുമ്പോ ഇതും കൂടി നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇവിടെ കരയുന്നുണ്ട്. കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ലഖദ് അബ്ഖാ അബൂബക്കർ ലിമൻ തബിഅഹു സബീലൽ ഉസ്ർ. അബൂബക്കർ അദ്ദേഹത്തെ എന്റെ ശേഷം അധികാരം ഏറ്റെടുക്കുന്നവർക്ക്, ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നവർക്ക് വല്ലാത്ത ഭാരമാണ് കൊടുത്തുപോയത്. തന്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ദീനിന് കൊടുത്തു. മക്കളുടെ പൊരുത്തം വാങ്ങി അവരെ സ്റ്റേബിളാക്കി. അല്ലെ? ആയിഷാ ബീവിയാണ് ഒരു മോള്, അല്ലെ? പ്രവാചക പത്നി ആയിഷാ ബീവിയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറ്റൊരു മോള്. അങ്ങനെ ഓരോരുത്തരും സ്റ്റേബിളാക്കിയതിന്റെ ശേഷം, അവരൊന്നും പട്ടിണി പാവങ്ങളും റോട്ടിൽ എഴുതുന്നവരല്ല, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തൊക്കെ ക്ലിയർ ആക്കിയതിന്റെ ശേഷം ഒക്കെ ഏൽപ്പിച്ചു. അവസാനം ബാക്കിയുണ്ടായിരുന്നേ ആ ഒട്ടകത്തിന്റെ കയറും ഒട്ടകത്തിന് വെള്ളം കൊടുത്ത പാത്രം ഏൽപ്പിച്ചപ്പോഴാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷമത്തോടു കൂടെ വികാരഭരിതനായി സംസാരിക്കുന്നത്. ഈ അബൂബക്കറിനോട് എത്താൻ ആർക്കാ പറ്റുക? അവർ രണ്ടാളൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്നെന്തായാലും ഈ യുദ്ധത്തിന് കൊടുക്കണേല് സിദ്ദീഖിനെ മറികടക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അന്നും ഞാൻ തോറ്റു. മാത്രല്ല, പ്രവാചകന്റെ ഖുതുബകളിലൊക്കെ ചിലപ്പോ വളരെ ഇമോഷണലായ രംഗങ്ങൾ കാണാൻ പറ്റും. ശരിക്ക് ഇസ്ലാം എന്ത് രസാ! പ്രവാചകൻ കരഞ്ഞ സന്ദർഭങ്ങൾ, പ്രവാചകൻ ചിരിച്ച സന്ദർഭങ്ങൾ, പ്രവാചകൻ ഇമോഷണലായ സന്ദർഭങ്ങൾ, പ്രവാചകൻ തമാശ പറഞ്ഞ സന്ദർഭങ്ങൾ, ഇതൊക്കെ വേറെ ക്രോഡീകരിച്ച് ഇങ്ങനെ കിതാബാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ചരിത്രം വേറെ ഏത് വ്യക്തിയുടെ നിമിഷങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തത്? അല്ലെ? ഈ അടുത്ത് പ്രവാചകന്റെ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വായനയ്ക്ക് എനിക്ക് അവസരം കിട്ടി. അപ്പോ പ്രവാചകൻ ചെയ്ത യുദ്ധങ്ങളുടെ എണ്ണം ഒക്കെ കണക്കൂട്ടിയിട്ട് ഒരു ചങ്ങാതി, എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ പറയുന്ന ഒരു ചങ്ങാതി, ഇയാള് ഇങ്ങനെ നോക്കുമ്പോ നബി ഓരോ 3 ദിവസം യുദ്ധം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടോ പ്രവാചകനെ സംരക്ഷിക്കുക. എങ്ങനെ പ്രവാചകൻ? അതൊന്നും ഇസ്ലാമിൽ കെട്ടിക്കൂട്ടിയതാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയോ? മേലാറ്റൂർ പോലീസ് വെട്ടത്തൂർ കൂടെ ഒന്ന് കറങ്ങിപ്പോയതിന്റെ പേരെന്താ? പെട്രോളിംഗ്. അല്ലെ? പെട്രോളിംഗ് എന്നല്ലേ? ഇത് സ്റ്റേഷനിൽ എത്ര റെക്കോർഡ് ഉണ്ടാവും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യത്തിനും അയച്ചതൊക്കെ ആരെയാണ് അയച്ചത്, കൂടെ ആരൊക്കെ, ഒക്കെ റെക്കോർഡറാണ് സുഹൃത്തുക്കളെ. റെക്കോർഡറാണ്. ഒരു എന്താ പറയാ, ക്ലൗഡും ഒരു സെർവറും ഒരു സംവിധാനം ഒരു ഓഫീസ് സിസ്റ്റം ഒന്നില്ല. പ്രവാചകൻ അങ്ങനത്തെ ഒരു ഓഫീസ് സിസ്റ്റം ഉണ്ടോ? ഒക്കെ ഡോക്യുമെന്റ് ചെയ്യാന്, ഒക്കെ ഓട്ടോമാറ്റിക്കലി ചരിത്രം ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നു. കാരണം ഖുർആനിനെ സംരക്ഷിക്കുന്ന അള്ളാഹ് പറഞ്ഞതാണ്. അത്ര കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഒരു തല്ലുണ്ടെങ്കിൽ പരിഹരിക്കാൻ ആളെ വിട്ട അതിനു സൈന്യം എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. അപ്പോ അത്രയും മനോഹരമായി രേഖപ്പെടുത്തി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ വളരെ ഇമോഷണലായ ചില രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം. എന്താ നബി ഇങ്ങനെ ഖുത്ബ പറയാ, ഖുത്ബന്റെ ഭാഷ എങ്ങനെയാകണം എന്നൊക്കെ ഇന്ന് കിട്ടുട്ടോ. ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് 6 കാര്യം കിട്ടണ്ടാവും. പഠിച്ചോളി, ധൈര്യമായിട്ട് എന്നിട്ട് സ്വഫിൽ ധൈര്യത്തിൽ ഇരുന്നോളി, ആരും ബേജാറാണ്ട, ഭാര്യനും കുട്ടിയോട് ഓലും കുട്ടിക്കോളി. എന്താ നബി ഇങ്ങനെ ഖുത്ബ പറയാ, പറയണതൊരു വിഷയമാണ്. പെട്ടെന്ന് ഒരു സംഘം ആളുകൾ അങ്ങോട്ട് കാര്യം വന്നു എന്ന് പറഞ്ഞാൽ മദീന പള്ളിയിലെ സ്ഥിരം കാഴ്ചയാണത്. എന്താ ഓരോ ആഴ്ച ഉണ്ടാകും, ഓരോ ദിവസം ആളുകൾ ഇങ്ങനെ ഇസ്ലാമാകും. ഞാൻ പൊതുവെ സൗദി അറേബ്യയിലെ പള്ളികളിലൊക്കെ പോയ ആളുകൾക്കറിയാം. സൗദി അറേബ്യ ജുബൈൽ ജാലിയാത്തിൽ ചെന്ന കാണുന്നൊരു കാര്യമാണ്. എല്ലാ ഭക്തനും ഉണ്ടാവും അശ്ഹദു, അല്ലേ? അല്ല സൗദി അറേബ്യയിൽ പോയ ആളുകൾക്ക് അത് അല്ല ഇല്ല, അങ്ങനെ ആളുകൾ ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കും. ആളുകൾ ഇങ്ങനെ സൊഫക്ക് പുതിയത് ഇങ്ങനെ കയറി വരും, ഇമാം ഇങ്ങനെ ഷഹാദത്തിൽ കൊടുക്കും. മിക്കവാറും ജുബൈൽ ജാലിയാത്തിലൊക്കെ പോയ അവിടുത്തെ പള്ളിയിൽ ഞാൻ പോയ മിക്ക ഭക്തരും ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് മദീന പള്ളിയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. അപ്പൊ ഖുത്ബ അങ്ങനെ പറയുമ്പോൾ ഒരു സംഘം ആൾക്കാർ വന്നു, കീറിയ വസ്ത്രം, ആകെ ക്ഷീണിതരാണ്, ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി എന്ന് ഉറപ്പാണ്. നബിന്റെ ഖുത്ബന്റെ ടോപ്പിക്കാണ് മാറി. അതുവരെ ഉണ്ടായിരുന്ന വിഷയമാണ് വിട്ടിട്ട് വേറെ വിഷയമാണ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് വല്ലതും മനസ്സിലാകുമോ? ഇത് ഇബ്നു നബാത്തത്തിൽ മിസ്രി എന്ന് പറയുന്ന മനുഷ്യൻ 100-150 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തണമെങ്കിൽ 1400 കൊല്ലം കഴിയണം, അല്ലെ? 100-150 വർഷങ്ങൾക്ക് അപ്പുറം മൂപ്പരുടെ പള്ളിയിൽ
മൂപ്പര് റഫർ ചെയ്ത് എഴുതിയ ഖുത്തുബയാണ് നമ്മുടെ നാട്ടില്. അത് പ്രളയാണെങ്കിലും കൊറോണ ആണെങ്കിലും എന്താണെങ്കിലും മഴക്കാലാണെങ്കിലും ഒക്കെ അതങ്ങനെ ഓതലാണ്. അതല്ല പ്രവാചകന്റെ ഖുത്തുബ. തികച്ചും സാന്ദർഭികമാണ്. വിഷയം മാറി. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് എന്റെ ചില സുഹൃത്തുക്കളെ സഹായിക്കണം, നിങ്ങളെനിക്ക് പണം തരണം, നിങ്ങളെനിക്ക് അവരെ സഹായിക്കാനുള്ളത് തരണം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പട്ടിണി പാവങ്ങളാണ്, വിഷമിക്കണവരാണ്, ആരെടുത്തൊന്നുമില്ല. അപ്പൊ നോക്കുമ്പോ ഒരു മനുഷ്യൻ കയ്യിൽ കരുതിയിരുന്ന കാരൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു. ഓരോരുത്തരും ഓരോന്നാ കൊണ്ടുപോയിട്ട്. ചില ആളുകൾ നബി വസ്ത്രം ചോദിച്ചുകൊണ്ട് ധരിച്ചു വന്ന വസ്ത്രം അവിടെ ഊരിട്ടു, എന്നിട്ടാണ് പോയി. പെരിയിൽ വേറെ ഡ്രസ്സ് ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് കേട്ടോ. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്തു? വസ്ത്രമില്ലാത്തവർക്കൊക്കെ ഈ വസ്ത്രം കൊടുത്തു. ഒരു പരാതിയില്ല. വേറൊരാൾ ഇട്ട് വന്ന വിയർപ്പുള്ള വസ്ത്രം ഇടാനൊരു ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ വീട്ടിൽ ഇടയ്ക്കൊരു പോയിന്റ് ഞാൻ പറയാണ്, നമ്മളൊക്കെ വീട്ടിൽ മൂത്ത കുട്ടീൻ്റെ അത് ഉണ്ടാവും. അതൊരു പ്രത്യേക സമയം എടുത്ത് വെച്ചിട്ട് അടുത്ത കുട്ടി കൊടുക്കണം. നമ്മുടെ പീസ് റേഡിയോയിൽ ഞാനൊരു വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റിന്റെ ഈ ആശയം പറഞ്ഞിട്ടുള്ളൊരു വോയിസ്. എന്റെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന കാര്യമാണത്. പെങ്ങള് വസ്ത്രം എടുക്കും, പെങ്ങളെ കുട്ടീന്റെ 2 കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ എന്റെ കുട്ടിക്ക്, അങ്ങനെ പിന്നെ അനിയന്റെ കുട്ടിക്ക്, ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട്. അത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. താത്താന്റെ ഡ്രസ്സ് ഇടുക എന്നുള്ളത് ഭയങ്കര, പുതിയ ഡ്രസ്സ് കിട്ടുന്നത് വലിയ മൈൻഡാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോ വളരെ സമ്പന്ന കുടുംബത്തിലൊരു സഹോദരി ഒരു വോയിസ് അയച്ചു, മൗലവി ഞാൻ എണ്ണി നോക്കിയപ്പോ 100 ചില്ലാനം ഡ്രസ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ഏതെങ്കിലും ആൾക്ക് കൊടുക്കല, നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡ്രസ് ബാങ്കാണ്, മുത്ത് റസൂലുള്ളാഹിന്റെ ഡ്രസ് ബാങ്കാണ്. പ്രവാചകൻ അത് എടുത്തു. ഈ വ്യക്തികൾക്ക് 2-3 ഡ്രസ്സൊക്കെ കിട്ടിയ ആൾക്കാർ അവരുടെ സ്വതക്കന്റെ മനസ്സറിയണം. നമ്മൾ എന്താ ചെയ്ത നിങ്ങള്? അടുത്ത ആഴ്ച വന്നപ്പോ ഈ വസ്ത്രം അലക്കിയിട്ട് കൊണ്ടുവന്നു. ഈ വസ്ത്രം അലക്കിയിട്ട് കൊണ്ടുവന്ന് മടക്കിയിട്ട് അന്ന് വെച്ച സ്വതക്കയ്ക്ക് കൊടുത്തു. ഇല്ലാത്തവരുടെ സ്വതക്ക, പാപങ്ങളുടെ സ്വതക്ക. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ദീനിന്റെ കാര്യത്തിലാണ് അറേഞ്ച്മെന്റ് ചെയ്യുക, ഫാമിലി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലേ. പള്ളിക്കൊക്കെ ഒരു 10 രൂപ കൊടുക്കാൻ പറയുമ്പോ, മദ്രസന്റെ ഫീസ് കൊടുക്കാൻ പറയുമ്പോ, ഏതെങ്കിലും പ്രസിദ്ധീകരണം വാങ്ങാൻ പറയുമ്പോ അയിമേണ് മാനേജ് ചെയ്യുക. പടച്ചോനുള്ളിലല്ല. ഇപ്പോ ഉളുഹിയത്തിന്റെ ഇറച്ചൊക്കെ പേരിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ആടിനറുത്ത് പ്രവാചകൻ ആടിനെ അറുത്തിട്ടിട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നിട്ട് ആയിഷയോട് ചോദിച്ചു, എന്തായി നബിയെ? ഒക്കെ കൊടുത്തു, ഒരു കുറവ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിന് പ്രവാചകൻ കൊടുത്ത ഉത്തരം എന്താ അറിയോ? അതിന് കൊടുത്ത ഉത്തരം, അപ്പോ കുറകല്ലാത്തതൊക്കെ ബാക്കിയായി എന്ന് പറഞ്ഞു. ഐസബി പറഞ്ഞതാ കുറക് ബാക്കിയായി എന്നാ. പ്രവാചകൻ പറഞ്ഞ എന്താ? കുറകല്ലാത്തതൊക്കെ ബാക്കിയായി, അത് പരലോകത്ത് കിട്ടും, കുറക് നമ്മൾ തിന്നു. ഇതാണ് നയം. കൊടുത്തിട്ടുന്നവരാരും തോറ്റിട്ടില്ല, കൊടുത്തിട്ടുന്നവരാരും പാപ്പരായിട്ടില്ല. നല്ലോണം കൊടുത്ത ചില ആൾക്കാരുണ്ടാകും, അവര് ഒരു ഇടക്കാലത്ത് ഓരോ സാമ്പത്തികമൊക്കെ താഴ്ത്തു പോയിട്ടുണ്ടാവും. ഉറപ്പിച്ചോളിയും, ഇപ്പൊ നമുക്ക് കിട്ടണ ആ വരുമാനമൊക്കെ പണ്ട് കൊടുത്തത് പടച്ചോ അങ്ങനെ തരിക. പടച്ചോന്റെ ദീനിലിട്ട ഇൻവെസ്റ്റ്മെന്റ് പടച്ചോ അങ്ങനെ തരുന്നതാണ്. അയിമേണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എല്ലാ രാവിലെയും 2 മലക്കുകൾ വരും, കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൊടുക്കാത്തവർക്ക് കൊടുക്കരുതേ എന്ന് പറയാനും വേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് ഈ മഴക്കാലം, അതാണ് എന്റെ ആമുഖം ഞാൻ പറഞ്ഞത്, ഈ മഴക്കാലം ഈ പട്ടിണി പാവങ്ങൾ, ജോലി മുടങ്ങുന്ന ആളുകൾ, മാന്യമായി ജീവിക്കണവര് പക്ഷേ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനത്തെ ആളുകളുടെ കാര്യത്തിൽ നമ്മളൊരു സ്വയം ചിന്ത ആവശ്യമുണ്ട്. അള്ളാഹു അങ്ങനെ ചിന്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സ്കൂളൊക്കെ തുറന്നു. ഇനിയിപ്പോൾ PTA മീറ്റിങ്ങുകളൊക്കെ വരും. PTA മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും, പാപ്പിമ്മയുടെ പങ്കെടുക്കേണ്ടത് ഏറ്റവും മിനിമം 2-ൽ ഒരാളെങ്കിലും പങ്കെടുക്കാനും, അവിടുത്തെ ചർച്ചകൾ പൂർണ്ണമായി ശ്രദ്ധിക്കാനും, ക്രിയാത്മകമായ നിർദ്ദേശം പറയാനും നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് കുട്ടികളുടെ നിസ്കാരമാണ്. കുട്ടികളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾക്കൊക്കെ പരിമിതി ഉണ്ടാകും, അവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കണിയിൽ. എന്നാൽ അല്ലാത്ത സ്കൂളുകൾക്ക് അതിൽ പലതും ചെയ്യാൻ പറ്റും. ചെറിയ പ്രായത്തിലുള്ള ശീലങ്ങളെ വലിയ പ്രായത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഇടപെട്ട് ചെയ്യേണ്ടതാണ്. 1000 ആളുള്ള സ്കൂളിൽ 6 കുട്ടികളാണ് നിസ്കരിക്കാൻ വരിക. അതൊക്കെ നമ്മൾ ഇടപെടണം. അതിലൊക്കെ നമുക്ക് കൃത്യമായ ചിന്ത വേണം, ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ സ്കൂളിന്റെ സമയമാറ്റം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസം, അതിലൂടെ എന്ത് കിട്ടുന്നു, എത്ര കിട്ടുന്നു എന്നൊക്കെ ഭയങ്കര ആശങ്കകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ചെറിയ പ്രായത്തിൽ ഇടുന്ന വിത്താണ്. ആ മദ്രസ വിദ്യാഭ്യാസത്തിന് കോംപ്രമൈസ് വരുന്ന ഒരു കാര്യത്തിലും നമ്മളില്ലെന്ന് ഉറക്കെ പറയാൻ നമ്മളുള്ള എല്ലാ സ്പേസിലും നമുക്ക് തീർച്ചയായും സാധിക്കണം. അത് കൃത്യമായ ചിന്തകൾക്കും ചർച്ചകൾക്കും വിധേയമാകണം എന്ന് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൊടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. കൊടയും കൊണ്ടാണ് കുട്ടികളെ പറഞ്ഞേക്കേണ്ടത്. ബസ്സിലല്ലേ പോണത്, അതൊക്കെ ഒരു അച്ചടക്കം, ഒരു ഒതുക്കമാണ്. ഒരു കൊട വാങ്ങിക്കൊടുക്കലും ആ കൊട ചൂടിപ്പോകലും, അത് അധ്യാപകരാകും നോക്കലും ചോദിക്കലും ഒക്കെ അതിൽ പെട്ടതാണ്. അത് പനിക്കൂല എന്നുള്ളതൊന്നല്ല. അതിലൊക്കെ ഒരു കൾച്ചർ കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്, ഒരു രീതി കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യൂണിഫോം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, യൂണിഫോം ഒക്കെ നേരത്തെ അടിപ്പിക്കുക. ഇതിപ്പോ എന്തിനാ മിമ്പർമെന്ന് പറയണമെന്ന് വെച്ചാൽ ആൾക്കാർ സംശയം.
ഇതൊക്കെ കുട്ടിയിൽ നമ്മൾ ഉണ്ടായി ഇടപെട്ട് നിർവഹിക്കേണ്ട കാര്യമാണ്. അതങ്ങനെ ഇടും, അധ്യാപകർ അങ്ങനെ ചോദിക്കും, യൂണിഫോമിന്റെ ദിവസം യൂണിഫോം ഇട്ട് പോകണം. എന്താ അറിയോ, അത് കുട്ടികളെടുത്ത് ഇടപെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം. ഒരു ഡ്രസ്സ് ഉണ്ടാവുള്ളൂ, എല്ലാവരും കളറുള്ള ഡ്രസ്സ് ഇട്ട് വരും, ഈ കുട്ടിക്ക് എന്നും ഇതേ ഉണ്ടാവുള്ളൂ. അത് ആ കുട്ടിന്റെ മനസ്സിലുണ്ടാക്കുന്ന പരിക്കൊക്കെ വലുതാണ്. അതിനാണ് യൂണിഫോം കൊണ്ടുവന്നത്. നിങ്ങളുടെ അടുത്ത് ലെങ്കും അറിയണ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല കല്യാണത്തിന് മുമ്പ് ഇടാൻ കൊടുത്തളി. കുട്ടീനെ കൃത്യമായിട്ട് യൂണിഫോം ഇടിച്ച് തന്നെ വിടണം. കുട്ടി മുടി വെട്ടേണ്ട നേരത്ത് കൂടി മുടി വെട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂൾ തുറന്നതുകൊണ്ട് ഖുതുബ നിർബന്ധമായി 29 മിനിറ്റിലേക്ക് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. 32 മിനിറ്റായി. അഫ്വാൻ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുത്തഖീങ്ങളവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ ജീവിച്ച് യഥാർത്ഥ വിശ്വാസികളായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. മഹാകെടുതികളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ മരിച്ചവർക്ക് അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സബറിനെ കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.